മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. നിലവിളി കേൾക്കുന്ന ദൈവം, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രേരണ തരുന്നത്. ജീവിതത്തിൽ നിലവിളിക്കാത്ത ആരും ഉണ്ടായിരിക്കുകയില്ല. കാരണം ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ നിന്ന് പിറക്കുന്ന നിമിഷം കരഞ്ഞുകൊണ്ടാണ് ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത്. അമ്മയുടെ വേദനയും കണ്ണുനീരും ഒരു വശത്ത്, പ്രസവവേദനയോടെ അമ്മ കരയുന്നു. ഇതാ പിറന്നു വീഴുന്ന കുഞ്ഞ് കരഞ്ഞില്ല എങ്കിൽ അതിൻ്റെ കാര്യം പോക്കാണ്. അപ്പോൾ അതിന് ബുദ്ധിവൈകല്യങ്ങളോ ഓക്സിജൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അഭാവങ്ങളോ മറ്റ് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ന് വൈദ്യശാസ്ത്രം പഠിപ്പിക്കുന്നു. അപ്പോൾ കരഞ്ഞുകൊണ്ട് നമ്മൾ ഈ ലോകത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ അന്ത്യമണിക്കൂറുകളിൽ ഇതാ നമുക്ക് ചുറ്റും കരഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ മധ്യേ ചിരിച്ചുകൊണ്ട് ടാറ്റ ബൈ പറഞ്ഞ് സംതൃപ്തിയോടെ മടങ്ങിപ്പോകുവാൻ, പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകുവാൻ സാധിക്കുന്ന അവസ്ഥയാണോ നമുക്ക്? അതോ എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടം വിട്ട് ഒരിക്കലും പോകരുത് എന്നുള്ള, അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് സമയമായോ, ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു, ദൈവമേ ചെയ്യാനുള്ളതൊന്നും തീർക്കാൻ പറ്റില്ല എന്നോർക്കുന്ന കുറ്റബോധത്തിൻ്റെയും നിലവിളിയുടെയും അവസ്ഥയാണോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്ന് ഒന്ന് ആത്മശോധന ചെയ്ത് നോക്കുക. അപ്പോൾ ചിരി പലതരം എന്ന് പറയുന്നത് പോലെ കരച്ചിലും പലതരത്തിലുണ്ട്. ചിലർ കാര്യസാധ്യത്തിന് വേണ്ടി കരയും, മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി കരയും, അർഹതപ്പെടാത്തത് നേടിയെടുക്കാൻ വേണ്ടി കരയും, വേദനയോടെ കരയും, ഒറ്റപ്പെടലിലും അവഗണനയിലും കരയും. അപ്പോൾ പലതരത്തിലുള്ള കരച്ചിലുകളുണ്ട്. വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യാളത്തിയുടെ ഗ്രന്ഥത്തിൽ വായിച്ചതോർക്കാണ് ചിലർ വേണ്ടതിനും വേണ്ടാത്തതിനും കരയും. അവർക്ക് ജീവിതം മുഴുവൻ കരച്ചിലാണ്. അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, അവരുടെ കരച്ചിൽ നീർക്കെട്ടിൻ്റെ രോഗമാണ് എന്ന്. ഇതുപോലെ വേറൊന്നിലും വായിച്ചിട്ടില്ല. പുണ്യാളത്തി പറയുന്നത് അവരുടെ കരച്ചിൽ നീർക്കെട്ടിൻ്റെ രോഗമാണ് എന്ന് പറഞ്ഞാൽ ഒന്നിലും തൃപ്തിയില്ല, എപ്പോഴും കഴിഞ്ഞ കാലങ്ങളിൽ ജീവിക്കാനും ആ മുറിവുകളെ താലോലിച്ചുകൊണ്ടിരിക്കാനും, മരിച്ചവരെയും വിടൂല, കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കും, ഒന്നിലും തൃപ്തിയില്ല, ആവലാതി മാത്രം, കിട്ടിയതിൽ നന്ദിയുമില്ല, ദൈവസ്നേഹവും ഇല്ല, പരസ്നേഹവും ഇല്ല, അവനവനോട് സ്നേഹവും ഇല്ല. പോയില്ല കഥ. അത് തന്നെ ആദ്യത്തെ കാര്യം. അപ്പോൾ ദൈവത്തിലേക്ക് ഹൃദയം നുറുങ്ങി ഉള്ളുരുകി ഹൃദയവിശുദ്ധിയോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ 51-ാം സങ്കീർത്തനത്തിൽ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല എന്ന്. ദാവീദ് സങ്കീർത്തകൻ്റെ വാക്കുകൾ മറന്നു പോകരുത്. ലൂക്കാസ് സുവിശേഷം 18-ാം അധ്യായത്തിൽ കാണുന്നുണ്ട് 7-8 വാക്യങ്ങൾ. രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? നീതിക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് വചനം പഠിപ്പിച്ചു തരികയാണ്. നീതി നടത്തി കിട്ടാൻ ലൂക്കാസ് സുവിശേഷം 18-ാം അധ്യായത്തിൽ വിധവയുടെ കണ്ണുനീര്, ന്യായാധിപനെ രാവും പകലും ശല്യപ്പെടുത്തിയ വിധവയെ പോലെ ദൈവത്തെ മുട്ടിപ്പായിട്ട് കണ്ണുനീരോടെ, നിരാശയുടെ കണ്ണുനീരല്ല, പ്രത്യാശയുടെ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അതിന് അവിടുന്ന് കാലവിളംബം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവർക്ക് വേഗം നീതി നടത്തിക്കൊടുക്കും. മറന്നുപോകരുത്, ലൂക്കാസ് സുവിശേഷം 18-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ല. അവിടുന്ന് കാലവിളംബം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ വേഗം നീതി നടത്തി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടായേ പറ്റൂ. അപ്പോഴാണ് യെശയ്യാ പ്രവചനം 58:9 പറയുന്നുണ്ട്, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന്
അവിടുന്ന് മറുപടി നൽകും. ആര്? ദൈവം ഡയറക്റ്റായിട്ട് ഇടപെടുന്നൊരു കാര്യമാണ് കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന. അതുകൊണ്ടാണ് ആരുടെയും കണ്ണുനീര് വീഴ്ത്തരുത് മോനെ എന്ന് കാരണവന്മാരൊക്കെ പറയും. ആരെയും വേദനിപ്പിക്കരുത് മക്കളെ എന്ന് പറയും. പ്രത്യേകിച്ച് വിധവയുടെ കണ്ണുനീരിന് അളവറ്റ വിലയാണ് തമ്പുരാൻ ഇടുന്നതെന്ന് വിശുദ്ധ ഗ്രന്ഥം കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് വിധവകൾ വെറുതെ കരഞ്ഞ് നടക്കുകയും ചെയ്യരുത്, വിധവകളുടെ കണ്ണുനീരാരും വീഴ്ത്തുകയും ചെയ്യരുത്. വിധവകളുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ കണ്ണുനീരൊക്കെ വീഴുന്ന കുടുംബങ്ങൾ, സ്ത്രീ ബലഹീന പാത്രമെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് പരിഗണന കാണിക്കണമെന്നാണ് ദിസപത്രോസിഹ വിശ്വഗ്രന്ഥം നമുക്ക് സ്ത്രീ ബലഹീന പാത്രമാണ്, ബലഹീനതകളുണ്ട്, പക്ഷേ കഴിവുകളും അനന്തമായ സാധ്യതകളും ദൈവം സ്ത്രീയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കാരണന്മാർ പറയുന്നത് പെൺബുദ്ധി എന്ന് പറഞ്ഞാൽ അത് പുരുഷൻ്റെ ബുദ്ധിയും ചിന്തയും മനസ്സും ഓടിയെത്താത്ത, പരിഹാരം കാണാത്ത കാര്യങ്ങളിലൊക്കെ സ്ത്രീയുടെ ചിന്തയും ബുദ്ധിയും ഒരു സൊല്യൂഷൻ കണ്ടെത്തും. അവരെ ആശ്രയിച്ചാൽ, അവരോട് അഭിപ്രായം ചോദിച്ചാൽ, ഇതാ പല കുടുംബങ്ങളും ഇന്നത്തെ അവസ്ഥയിലേക്ക് സ്ത്രീയുടെ വാക്കെടുത്തിരുന്നെങ്കിൽ തകർന്ന് തരിപ്പണമായി പോകുകയില്ലായിരുന്നു. പല കുടുംബങ്ങളിലും ഒരു പുല്ല് വില സ്ത്രീയുടെ വാക്കിന് കൽപ്പിക്കാത്തടുത്താണ് ചവിട്ടി അരക്കപ്പെടുന്ന അവസ്ഥ. അതുപോലെ സ്ത്രീകളുടെ കണ്ണുനീര് വീണാൽ ഉയർന്നു വരാൻ ഭയങ്കര പാടാണ്. ഇത് ശുശ്രൂഷ ജീവിതത്തിൽ ധാരാളം കണ്ടിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ് മാരക രോഗത്തിന്, അപ്പോൾ സങ്കീർത്തനം 51:17 മറക്കരുതേ. പിന്നെ ലൂക്ക 18:17 പറഞ്ഞു കഴിഞ്ഞു. 17 മാരക രോഗത്തിന് അടിപ്പെട്ട് അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ വൈദ്യശാസ്ത്രം കഴിഞ്ഞ് ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവകൃപക്കായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അടുത്ത് നിന്നിരുന്ന ബന്ധുക്കളുമല്ല ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞതുകൊണ്ട് അവരും ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാർത്ഥന കഴിഞ്ഞ് രോഗി കുടുകുട വെട്ടി വിയർത്ത് പ്രത്യേകമായ ഉണർവിലേക്ക് കടന്നു വരികയും പിന്നീട് ഭക്ഷണമൊക്കെ ചോദിച്ചു മേടിച്ചു. അടുത്ത സമയം ഡോക്ടർ വന്നപ്പോൾ കാണുന്നത് അത്ഭുതകരമായ വ്യത്യാസമാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായത്. ലൂക്ക 6:21 പറയുന്നുണ്ട്, ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. വീണ്ടും കർത്താവ് അരുൾ ചെയ്യുന്നു ലൂക്ക 18:7, അങ്ങനെയെങ്കിൽ നേരത്തെ പറഞ്ഞ അതേ വചനം തന്നെ, രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? ആരുടെയും പേര് പറഞ്ഞിട്ടില്ല, ഞാനും നിങ്ങളും അതിൽ വരുന്നതാണ്. ദൈവം തിരഞ്ഞെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നത്. കാരണം ഒരു കുഞ്ഞിൻ്റെ ജനനത്തിന് വേണ്ടി അവൻ്റെ മാതാപിതാക്കൾ ഒന്നിക്കുമ്പോൾ തന്നെ അന്ന് തുടങ്ങിയ ഓട്ടമാണ്. ഏറ്റവും വേഗതയിൽ ഓടിയ ആ അണു അതൊരു അണ്ടമായി, ഒരു ഭ്രൂണമായി തീർന്ന്, ബീജവും അണ്ടവും സംയോജിച്ച് ഒരു ഭ്രൂണമായി തീർന്നെങ്കിൽ അന്ന് വേഗത്തിൽ ഓടിയ ഏറ്റവും മുന്നിലെത്തിയ ആ അണുവിൽ നിന്ന് രൂപപ്പെട്ട ആ ജന്മം, ആ ജീവിതം, അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും ഒപ്പത്തിനൊപ്പം ഓടിയ ആ അണുക്കളിൽ പലതും എത്താതെ പോയി ഏറ്റവും മുന്നിലെത്തിയ അതിൽ നിന്ന് ഒരു ജീവൻ്റെ വില തിരിച്ചറിയാനാണ് ബ്രദർ ഇത് പറയുന്നത്. ഇതാ അന്ന് തുടങ്ങുന്ന ഓട്ടവും പാച്ചിലും ആണ്. അപ്പോൾ മുൻപിൽ ഓടിയെത്താൻ അന്നും ഇന്നും മനുഷ്യന് ആ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് അണുക്കളിൽ നിന്ന് ഏറ്റവും മുന്നിൽ അപ്പനിൽ നിന്ന് ഓടിയെത്തിയ ആ അമ്മയിൽ നിന്ന് വരുന്ന അണ്ടവുമായി സംയോജിച്ച് ഒരു ഭ്രൂണമായി തീർന്ന് അത് ആ പ്രത്യേക ഭ്രൂണം, പ്രത്യേക ജന്മം, പ്രത്യേക വ്യക്തി ഞാനാണ്, നിങ്ങളാണ്. പ്രത്യേക ഗന്ധം, കണ്ണിലെ റെറ്റിന, കയ്യിലെ മുദ്ര, എന്നിട്ട് ഇപ്പോഴും തൃപ്തിയില്ല, കരച്ചിലും പരാതിയും മാത്രം. വളരെ പ്രത്യേകതകൾ, എനിക്കുള്ള പ്രത്യേകതകൾ, എൻ്റെ ആ ക്രിയേഷൻ, എനിക്ക് മക്കളുണ്ട്, ഭാര്യയുണ്ട്, എൻ്റെ അപ്പനും അമ്മയൊക്കെ മരിച്ചുപോയി, സഹോദരങ്ങളുണ്ട്. പക്ഷേ അവരാരും അതുപോലെയൊക്കെ ഇരിക്കും. എങ്ങനെയൊക്കെ ആണെങ്കിലും, ഒരേ കുടുംബക്കാരാണെങ്കിലും എൻ്റെ ശരീരത്തിൻ്റെ ഗന്ധം, എൻ്റെ കണ്ണിൻ്റെ റെറ്റിന, എൻ്റെ കയ്യിലെ വിരലടയാളം, ഇത് എൻ്റെ മക്കൾക്കോ എൻ്റെ ഭാര്യയ്ക്കോ എൻ്റെ വീട്ടുകാർക്കോ ആരുമില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാം ഒരു വിസ്മയമാണ്, ഒരു അത്ഭുതമാണെന്ന് ഇപ്പോൾ ഓർത്തെങ്കിലും കരച്ചിൽ നിർത്ത്. അപ്പോൾ കർത്താവിൻ്റെ വാക്ക് അനുസരിക്കാതെ തനിക്കിഷ്ടമുള്ള വഴികളിൽ സഞ്ചരിച്ച് തകർച്ചയൊക്കെ വന്ന് കഷ്ടനഷ്ടങ്ങൾക്ക് അടിപ്പെട്ട് മരണപാശങ്ങൾ വരിഞ്ചു മുറുക്കുമ്പോൾ
ഇതാ അവിടെ കിടന്ന് പ്രാർത്ഥിക്കാൻ ആർക്ക് തോന്നി? യോനാ പ്രവാചകന് തോന്നി. അനുസരണക്കേടിൻ്റെ നിനവയിലേക്ക് പോകാൻ കർത്താവ് പറഞ്ഞു. യോനക്ക് ഇഷ്ടം താർഷിഷ. ഇന്നും പലരും താർഷിഷിലേക്ക് പോകുന്ന യോനയുടെ അതേ അവസ്ഥയിലാണ്. ദൈവഹിതം തിരിച്ചറിഞ്ഞില്ല. 10, 20, 30 വർഷം പങ്കാളി കൂടെ ജീവിച്ചിട്ട് കൂടെ ജീവിക്കുന്നവന് രാപ്പനെ അറിയില്ല എന്ന് പറഞ്ഞതുപോലെ കിട്ടിയതിൽ തൃപ്തിയില്ല. സങ്കല്പങ്ങളിൽ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നവരും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. യോനാ പ്രവചനം 2-ാം അധ്യായം 2-ാം വാക്യം. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു, അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു. അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു. കർത്താവ് നിലവിളി കേൾക്കും. നമ്മൾ എന്ത് അനുസരണക്കേടും എന്ത് ഇടർച്ചയിലായാലും ഇതാ കർത്താവിനെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ച വിളി കേൾക്കും. പാപം മൂലം അഹങ്കാരം മൂലം നമ്മുടെ കുടുംബത്തിലൊക്കെ കടന്നു വരുന്ന ചില തകർച്ചകൾ, കെട്ടുകൾ, ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി പാപത്തിൽ പോയാൽ അതിൻ്റെ തകർച്ച ആ കുടുംബം മുഴുവൻ അനുഭവിക്കും. നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും മുറിയിലെ കറണ്ട് ഇലക്ട്രിസിറ്റി തകരാറ് വരുമ്പോൾ മെയിൻ സ്വിച്ച് ഓഫാക്കി അതായത് കേടുവരാത്ത ഭാഗങ്ങൾ പോലും ഓഫാക്കി ഇടും. എന്തിനാണ്? മൊത്തത്തിലുള്ള ആ കംപ്ലൈൻറ്റ് പരിഹരിച്ച് പിന്നീട് ഓണാക്കുമ്പോൾ മൊത്തത്തിൽ കറണ്ട് വരും. ഇതുപോലെ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും പാപത്തിലോ മുറിവിലോ വീണാൽ അതിൻ്റെ എഫക്റ്റുകളെല്ലാം കുടുംബം മുഴുവൻ്റെ മേൽ കടന്നു വരും. ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനത്തിൽ ജീവിച്ചാൽ അതിൻ്റെ അഭിഷേകം ആ കുടുംബം മുഴുവൻ്റെ മേലും വരും. കൊറോണ നമ്മളെ പഠിപ്പിച്ച പാഠങ്ങൾ മറന്നു പോകരുത്. ഒരു കുടുംബത്തിൽ കേരളത്തിൽ ഒരാൾ കൊണ്ടുവന്ന ഒരു കൊറോണ, ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന കൊറോണ അവസാനം കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവനിലും കത്തിപ്പടർന്ന ദുരന്തങ്ങളും നഷ്ടങ്ങളും ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല, അതിൻ്റെ വേദനകൾ. അപ്പോൾ പാപം ഇങ്ങനെ തന്നെയാണ്. പാപം വേട്ടയാടും. പാപം പകർച്ചവ്യാധികൾ പോലെ വലിയ തകർച്ചകൾ ഉണ്ടാക്കും. അതുകൊണ്ട് കരഞ്ഞ് ദൈവത്തെ വിളിച്ച് എളിമപ്പെട്ട് മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം യോനായുടെ കരച്ചിൽ കേട്ട് കരുണ കാണിക്കുന്ന രംഗവും നമ്മൾ കാണുന്നുണ്ട്. യോനാ പ്രവാചകൻ്റെ അനുസരണക്കേടാണെങ്കിലും യോനാ പ്രവാചകൻ തകർച്ചകൾ വന്നപ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ മോചനം നൽകുന്നതാണ്. സങ്കീർത്തനം 107:19 പറയുന്നുണ്ട്, അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. വീട്ടിലെ ഒരു വ്യക്തിയെ കാണാതെ പോയപ്പോൾ ഈ അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് ഉണ്ടായ സംഭവം, ആ കുടുംബം മുഴുവൻ കരഞ്ഞ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അനേകർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ജീവിതത്തിലൊരിക്കലും ഇനി തിരിച്ചു വരികയില്ല എന്ന് മെസ്സേജ് അയച്ച അല്ലെങ്കിൽ വരികയില്ല എന്നുള്ള അവസ്ഥയിലായിരുന്ന വ്യക്തി ഇരിക്കപ്പുറതിയില്ലാതെ സ്വസ്ഥതയില്ലാതെ പോയ സ്ഥലത്ത് നിന്ന് തിരിച്ചു വന്നു. ഞാനും പ്രാർത്ഥിച്ചതാണ് ഈ ഒരു വിഷയത്തിന് വേണ്ടി. കാണാതെ പോയത് കണ്ടുകിട്ടും, വഴിയേറ്റി പോയത് തിരിച്ചു കൊണ്ടുവരും. ഇട്ടിട്ട് പോയ വ്യക്തിയുടെ പങ്കാളിയോട് ഞാൻ പറഞ്ഞതാ, നിങ്ങളല്ല കരയേണ്ടത്, ഇതാ നിങ്ങൾ ഓർത്ത് കരഞ്ഞുകൊണ്ട് അയാൾ തിരിച്ചു വരുന്നതായിട്ട് കണ്ട് ഇപ്പോൾ മുതൽ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. സാധിക്കില്ല, പണിയാണ്. പറഞ്ഞ വാക്കുകളും അയച്ച മെസ്സേജുകളും മുന്നിൽ അഭിമുഖീകരിക്കാനുള്ള പ്രതിസന്ധികളും ആളുകൾ മുഴുവൻ അറിഞ്ഞതിൻ്റെ നാണക്കേടും. പക്ഷേ തിരിച്ചു വരുന്നതായിട്ട് കണ്ട് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചോ, നിങ്ങൾ സന്തോഷിക്കുക. പോയ ആൾ കരഞ്ഞുകൊണ്ട് മാനസാന്തരപ്പെട്ട് വരുന്നതായിട്ട് കാണാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു. ഏതാനും നിസ്സാര ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇതാ സ്വസ്ഥതയില്ലാതെ ഒരിക്കലും തിരിച്ചു വരികയില്ല എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞ കാര്യങ്ങളൊക്കെ വെറും മനുഷ്യൻ്റെ വാക്ക് മാത്രമാണ്. അപ്പോൾ ദൈവവചനം പറഞ്ഞു കൊടുത്തു. ഏശയ്യാ 43:5 മാറും. ആ വചനം വെച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. തന്നെ തിരിച്ച് വന്ന അവസ്ഥ ഉണ്ടായി. അപ്പോൾ ഇതുപോലെയുള്ള അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതിലും വലുതും അനുഭവിക്കുന്നവരായിരിക്കും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സങ്കീർത്തനം 126:5-6 പറയുന്നുണ്ട്, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. ഞാൻ എൻ്റെ സുഹൃത്തായ ഡോക്ടർ സഹദേവൻ്റെ, ഞാൻ ഏറെ ബഹുമാനിക്കുന്നൊരു ഡോക്ടറാണ്. അടുക്കൽ എനിക്ക് പരിചയമുള്ള ഒരു കിഡ്നി രോഗിയായ എറണാകുളത്തെ പ്രശസ്തമായ 2 ആശുപത്രികൾ കൈയൊഴിഞ്ഞ ഒരു വ്യക്തിയുടെ കൂടെ ഈ ഡോക്ടറെ കാണാനായിട്ട് പോയി. അപ്പോൾ എറണാകുളത്തെ പ്രശസ്തമായ ഇംഗ്ലീഷ് മരുന്നിലെല്ലാം ഒന്നും ചെയ്യാനില്ല, 2 കിഡ്നിയും തകരാറായി, ഇനി ഡയാലിസ് ചെയ്യാൻ പോലും പറ്റത്തില്ല, ഹാർട്ടും ബൾജായി. അപ്പോൾ ഒന്നിലേക്ക് പക്ഷേ ലക്ഷക്കണക്കിന് രൂപയുടെ മെഡിക്കൽ ക്ലെയിമും സാമ്പത്തിക സ്ഥിതിയും എല്ലാം ഉണ്ട്. ഇതിനൊന്നും രക്ഷിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ. പക്ഷേ ഡോക്ടറുടെ അടുത്ത് വന്നപ്പോൾ കൈകൂട്ടി പിടിച്ചുകൊണ്ട്
പ്രാർത്ഥിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുക. കണ്ണുനീര് നമ്മുടെ രക്തത്തിൻ്റെ കടമ. കണ്ണുനീരിൻ്റെ ഉപ്പ് രക്തത്തിൻ്റെ ഉപ്പാണ്. അപ്പോൾ രക്തത്തിൻ്റെ അതേ രുചി ഉപ്പാണ് കണ്ണുനീരിന്. കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് രക്തമുണ്ടാവും, രക്തത്തിൽ ശുദ്ധി ഉണ്ടാവും. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇതിന് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ നല്ലോണം ഉള്ളൊരുക്കി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുക. ആരെക്കൂടെയും വഴക്കുണ്ടാക്കാനോ തല്ലുപിടിക്കാനോ ഒന്നും ഇനി ഒരിക്കലും പോകരുത്. മാനസാന്തരപ്പെട്ട് ഈ മരുന്നും കഴിച്ചോന്നും പറഞ്ഞ് ഡോക്ടറെ എഴുതി വിട്ടു. ഇപ്പം തന്നെ മരിക്കുമെന്നും പറഞ്ഞ് ഈ പ്രശസ്ത ആശുപത്രിയിൽ നിന്ന് പറഞ്ഞ ആ രോഗി പിന്നീട് 3 വർഷക്കാലം ജീവിച്ചിരുന്നു. ഇന്നോ നാളെയെന്നും പറഞ്ഞിരുന്ന അവസ്ഥയിലാണ്. അദ്ദേഹത്തിന് വേണ്ടി കൗൺസിലിംഗ് എടുത്ത് കുമ്പസാരത്തിന് വേണ്ടിയൊക്കെ ഒരുക്കി പ്രാർത്ഥിച്ച വ്യക്തി ആണെന്ന് മാത്രമല്ല, ഒരു കൂട്ടിന് എനിക്ക് അടുപ്പമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് പരിചയമുള്ള ഈ ഡോക്ടറുടെ അടുക്കൽ പോകാനിടയായത്. അപ്പോൾ ഡോക്ടർ വരെ പറഞ്ഞു തന്ന കാര്യം ഇതാണ്: കണ്ണുനീര് കൊണ്ട് അത്ഭുതം കാണാനായിട്ട് സാധിക്കും. ഇതാ മരുന്നുകളൊന്നുമില്ല എന്ന് വലിയവരെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാനിത് എഴുതി തരാൻ മരുന്ന്, പക്ഷേ കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഹെസക്കിയാ രാജാവിൻ്റെ ആയുസ് നീട്ടിയതുപോലെ അങ്ങനെ എൻ്റെ മക്കളെ വിവാഹം കാണണം, അവരുടെ കുഞ്ഞിനെ കാണണമെന്നൊക്കെ ഉള്ള ആഗ്രഹമില്ലേ? ഉണ്ട്. അതുകൊണ്ട് മനസ്സൊക്കെ തണുപ്പിച്ച് പഴയ പോലെ ഇനി വരിഞ്ഞു മുറുകരുത്, ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു കൊടുത്തു. അതുപോലെ അത്ഭുതം കാണുന്നു. സാമുവേൽ പ്രവാചകൻ്റെ ഗ്രന്ഥത്തിൽ 1-ാം അധ്യായത്തിൽ ഇതാ വിവാഹം കഴിഞ്ഞ് കാത്തിരുന്നിട്ടും പ്രാർത്ഥിച്ചിട്ടും കുഞ്ഞിനെ ലഭിക്കാതെ വന്നപ്പോൾ ദേവാലയത്തിലേക്ക് വന്ന് മനോവേദനയോടെ കരഞ്ഞു പ്രാർത്ഥിച്ച ഹന്നായുടെ കണ്ണുനീരിന് ദൈവം കൊടുത്ത മറുപടിയാണ് രാജാക്കന്മാരെ പോലും അഭിഷേകം ചെയ്യാൻ പിൽക്കാലത്ത് ശക്തനായ പ്രവാചകനായ സാമുവേൽ പ്രവാചകൻ, സാവൂൾ രാജാവിനെ, ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായ സാവൂളിനെ ദൈവജനം ഒരു രാജാവിന് വേണ്ടി മുറവിളി കൂട്ടിയപ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സാവൂളിനെ സാമുവേൽ പ്രവാചകനാണ്. ഈ അമ്മയുടെ കണ്ണുനീരിന് ദൈവം കൊടുത്ത കുഞ്ഞാണ് സാമുവേൽ, കുഞ്ഞില്ലാതിരുന്ന അമ്മയ്ക്ക് ആ കുഞ്ഞ്. അതുകൊണ്ട് ആ കുഞ്ഞ് ഈ രാജാവിനെ അഭിഷേകം ചെയ്തത് കർത്താവിൻ്റെ അരുളപ്പാടനുസരിച്ച്. അതുകൊണ്ട് കുഞ്ഞുങ്ങളില്ലാതെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവർ ഓർക്കുക, ആരെല്ലാം കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ചരിത്രങ്ങളുണ്ടോ അവിടെയെല്ലാം അനുഗ്രഹവും പ്രത്യേകതയുമുള്ള കുഞ്ഞുങ്ങളെ കൊടുത്ത ദൈവത്തിൻ്റെ ഇടപെടൽ ബൈബിളിൽ തന്നെ ഒട്ടനവധി ഉണ്ടെന്ന് ഓർക്കുക. സഖറിയ എലിസബത്ത് ദമ്പതികൾക്ക് വാർദ്ധക്യത്തിൽ ദൈവം കൊടുത്ത മറുപടിയാണ് സ്നാപയോഹന്നാൻ, രക്ഷകന് വഴിയൊരുക്കിയ ആ സ്നാപയോഹന്നാൻ്റെ ജനനം. അതുപോലെ പരിശുദ്ധ ദൈവമാതാവ്, രക്ഷകനായ യേശുവിൻ്റെ അമ്മയായ മറിയത്തിന് ജന്മം കൊടുത്തത് വാർദ്ധക്യത്തിൽ ദൈവം കൊടുത്ത ആ മാതാപിതാക്കൾക്ക് കിട്ടിയ പ്രാർത്ഥനയുടെ കണ്ണുനീരിൻ്റെ മറുപടിയാണ് പരിശുദ്ധ മറിയം. അന്ന യോവാക്കിൻ ദമ്പതികൾക്ക് കിട്ടിയ മറുപടിയാണ് പരിശുദ്ധ മറിയം. അപ്പോൾ കണ്ണുനീരോടെ ഇതാ ഹന്നായുടെ കണ്ണുനീര് ഒപ്പിയ ദൈവം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉത്തരം തരും. നിരാശയുടെ കണ്ണുനീരല്ല, ദൈവത്തെ ചോദ്യം ചെയ്യുന്ന കണ്ണീര്. ചിലർ പറയും എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ടേക്കണത്, എന്നെയിട്ട് ബാക്കി വെച്ചത് എന്തിനാ ഈ കുടുംബത്തിൽ എന്നെ ജനിപ്പിച്ചത് ചോദിച്ചിട്ടുണ്ടോ? ദൈവത്തോട് മാപ്പ് പറയണം. നിരാശയുടെ വാക്കുകൾ പറയുന്ന ഒരു കുമ്പസാരത്തിൽ പോലും പറഞ്ഞ് വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന മനഃശാസ്ത്രജ്ഞൻ പറയുന്നുണ്ട് മാനസിക രോഗം പോലും സുഖപ്പെടുന്നത് കണ്ടിട്ടുണ്ട് എന്ന്. എങ്ങനെ? നല്ല കുമ്പസാരം നടത്തുന്ന വഴി. ഞാൻ കൂടെ പറയാറുള്ള ഒരു കാര്യമാണിത്. അതുപോലെ തന്നെ ഒരാൾ എന്താണോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെ അയാളുടെ ജീവിതത്തിൽ സംഭവിക്കും. അമേരിക്കൻ തത്വചിന്തകനായ റാൽഫ് വാൽഡോ എമേഴ്സൺ പറയുകയാണ്. അതുകൊണ്ട് എപ്പോഴും ദുഃഖത്തെ താലോചിച്ചിരിക്കുന്നു. എൻ്റെ ജീവിതം മുഴുവൻ ഇങ്ങനെയാ കഷ്ട നഷ്ട എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ഇനി മുതൽ പറയരുത്, അത് തന്നെ സംഭവിക്കും. ദുഃഖത്തെ താലോചിച്ചുകൊണ്ടിരിക്കാതെ സന്തോഷിക്കാൻ എത്രയോ കാര്യങ്ങൾ, 1000 കാര്യങ്ങൾ സന്തോഷിക്കാനുള്ളപ്പോൾ വിരലിലെണ്ണാവുന്ന ദുഃഖകരമായ കാര്യങ്ങൾ താലോലിച്ച് അതിന് കാരണക്കാരായവരെ പ്രാഗിയും ദേഷ്യപ്പെട്ടും അരിശപ്പെട്ടും വാശി പിടിച്ചും വെറുത്തും ജീവിതം മുന്നോട്ട് പോയി നരകതുല്യമായ ബന്ധങ്ങൾ മുറിപ്പെട്ട വ്യക്തിത്വം തകർന്ന ഒരു ജീവിതം നയിക്കാനാണോ? അതിനാണോ ഈ ജീവിതം? ഹ്രസ്വമാണ് ഈ ജീവിതം. ഇപ്പോൾ വിളിച്ചാൽ ഇപ്പം പോയേ പറ്റൂ. അപ്പോൾ ലാസറിൻ്റെ മരണവാർത്ത അറിഞ്ഞ് യേശുവും കണ്ണുനീർ പൊഴിക്കുന്നുണ്ട്. യോഹന്നാൻ 11:35. സ്നേഹിക്കുന്നവരുടെ കണ്ണുനീര് കണ്ടാൽ യേശുവിന് സഹിക്കയില്ല. അപ്പോൾ യേശു മരിച്ച ലാസറിനെ ഉയർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വായിച്ചുകൊണ്ടിരിക്കുന്ന, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ, ജീവിതത്തിലെ നമ്മുടെ കണ്ണുനീരനുഭവങ്ങളെ ഓർത്ത് നമ്മൾ നിരാശപ്പെടേണ്ട. അതിനെ ചവിട്ടുപടികളാക്കി മാറ്റി ദൈവത്തിലോട്ട് അടുപ്പിക്കുവാനുള്ള അവസരങ്ങളാണ്.
ദൈവം തീർച്ചയായിട്ടും അത്ഭുതം പ്രവർത്തിക്കും. രോഗത്തിൻ്റെ, അപമാനഭാരത്തിൻ്റെ, സാമ്പത്തിക തകർച്ചയുടെ, എല്ലാം കൈവിട്ടതിൻ്റെയും നീതി നിഷേധിക്കപ്പെട്ടതിൻ്റെയൊക്കെ വേദനകൾ ഒന്നൊന്നായി പറയാൻ ഒരുപാട് മനസ്സിലിങ്ങനെ തിളച്ചു മറിഞ്ഞ് വരുന്നുണ്ടാകാം. ചിലർക്ക് മുട്ടുവേദന, ചിലർക്ക് നടുവേദന, സൈക്കോസോമാറ്റിക് ഡിസീസ്, ഉള്ളിലൊതുക്കിയ സങ്കടങ്ങൾ ഒതുക്കി വെച്ചിരിക്കുന്ന, കരഞ്ഞു പോകാത്ത അവസ്ഥ. ഒന്ന് കരഞ്ഞെങ്കിലും പോയാൽ കെട്ടുപൊട്ടു. ഞാൻ ഓർക്കുക, 5 വർഷം കുഞ്ഞുങ്ങളില്ലാത്തൊരു കുട്ടി ഇവിടെ പ്രാർത്ഥിപ്പിക്കാനായിട്ട് വന്നത്. ഞാൻ പറഞ്ഞു, നിൻ്റെ ഭർത്താവായിട്ട് വരാറുന്നില്ലേ ബ്രദറെ? അത് നോക്കിയിരുന്നിട്ട് അങ്ങേർക്ക് പല്ല് തേക്കാൻ പോലും നേരമില്ലെന്ന് വല്ല തമാശക്ക് പറഞ്ഞതാണ് കേട്ടോ. അതായത് അത്രക്ക് തിരക്കുള്ള വ്യക്തിയാണ്. അപ്പോൾ ഒരു പെണ്ണ് തനിയെ വിചാരിച്ചാൽ കുഞ്ഞുണ്ടാകുമെങ്കിൽ പണ്ടേ ഉണ്ടായാനേ. കടയിൽ പോയി കാശ് കൊടുത്ത് മേടിച്ചാൽ കിട്ടുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടായാനേ എന്ന് കൂട്ടത്തിൽ പറഞ്ഞൊപ്പിച്ചത് ഓർക്കുകയാണ്. പക്ഷേ അന്ന് വന്ന് NLP ഇട്ട് കൗൺസിലിംഗ് എടുത്ത് തിരക്തം കൊണ്ട് വിശ്വാസത്താൽ കഴുകി പ്രാർത്ഥിച്ചു. ആ മകളുടെ കരച്ചിൽ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. അപ്പോൾ പക്ഷേ അന്ന് കണ്ണുനീരൊഴുകി. പിന്നെ വന്ന വാർത്ത ഇതാണ്, ഗർഭിണിയായി ബ്രദറെ, അത്ഭുതം നടന്നു. ഭർത്താവിന് ഒത്തിരി മാറ്റമൊക്കെ വന്നു. വഴക്കൊന്നുമില്ല കേട്ടോ, നല്ല മനുഷ്യൻ തന്നെയാണ്. ഇന്ന് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി സന്തോഷത്തോടെ അവരുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ ദൈവം ഇറങ്ങി വരും, സ്വർഗം തുറക്കപ്പെടും. ലൂക്കാ സുവിശേഷത്തിൽ 18-ാം അധ്യായം 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് അന്ധയാചകൻ്റെ കരച്ചിൽ. താൻ ഒരിക്കലും കണ്ടില്ലാതിരുന്നിട്ടും വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് യേശുവിനെ വിശ്വസിക്കാൻ സാധിച്ച അന്ധൻ്റെ പ്രാർത്ഥന ഉച്ചത്തിലുള്ള കരച്ചിലായി തീർന്നപ്പോൾ എല്ലാവരും അവനെ ശകാരിച്ചു. എല്ലാവരും പറഞ്ഞു, അടങ്ങിയിരിക്കടാ പൊട്ടക്കണ്ണ, എന്തെല്ലാം പറഞ്ഞു കാണുമെന്ന് അവർക്ക് തന്നെ അറിയാം. എന്തൊക്കെ കേട്ടെന്ന് അവനോട് ചോദിച്ചാലും അറിയാം. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ യേശുവിനെ വിളിച്ചു. വചനം പറയുന്നത് പ്രകാരമാണ്, യേശു അവിടെ നിന്നു. യേശുവിനെ പിടിച്ചു നിർത്തി അനുഗ്രഹം നേടിയെടുക്കാൻ നമ്മുടെ കണ്ണുനീരോടുള്ള പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടെന്ന് ഓർക്കണം. കരച്ചിൽ അസൂയക്കാരിൽ നിന്നോ വെറുപ്പിൽ നിന്നോ കുറ്റാരോപണം നിറഞ്ഞതോ ഉള്ളതല്ല. അന്ധൻ തൻ്റെ ജന്മം തന്ന മാതാപിതാക്കളെയോ ദൈവത്തെയോ തന്നെ തടസ്സപ്പെടുത്തിയവരെയോ കുറ്റം പറഞ്ഞവരെയോ ഒന്നുമല്ല ശകാരിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്ത്. ദാവീദിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന് മാത്രമാണ് കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചത്. ഈ പ്രാർത്ഥന ആര് കേട്ടു? ആരും കേട്ടില്ലെങ്കിലും യേശു കേട്ടു. നമ്മുടെ കരച്ചിലും നിലവിളിയും യേശു കേൾക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് നമ്മളോട് തന്നെയും ദൈവത്തോടും ചിലരോടൊക്കെയുള്ള ആ വെറുപ്പുണ്ടല്ല, അത് പൂർണ്ണമായിട്ടും മാറ്റി ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ ക്ഷമിച്ചു പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്. നാം ഒത്തിരി കരയാറുണ്ട്, ഉദ്ദേശിച്ച ഫലം കിട്ടിയിട്ടുണ്ടോ? ഒന്ന് ആത്മശോധനയെ നോക്കാം. ഫലം കിട്ടിയിട്ടില്ല എങ്കിൽ കുറവുകൾ കണ്ടെത്തി നമുക്ക് മാറ്റം വരുത്താം. പീഡാസഹന യാത്രയിൽ തന്നെ നോക്കി കരഞ്ഞ ഓസ്ലേമിലെ സ്ത്രീകളെ നോക്കി ഈശോ പറയുന്നുണ്ട്, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയും. ഇന്ന് നമുക്കും നമ്മുടെ കുടുംബത്തിൻ്റെയും നാടിൻ്റെയും സ്ഥിതിഗതികളെക്കുറിച്ച് ചിന്തിച്ചാൽ യേശുനാഥൻ്റെ ഈ വാക്കുകൾ തന്നെയാകും നമ്മുടെ കാതുകളിൽ മുഴങ്ങുക. ഇന്ന് പത്രം എടുത്തപ്പോൾ കുറച്ച് ദിവസം മുമ്പ് വന്ന ഒരു കേസിൻ്റെ, അതായത് സ്വന്തം കുഞ്ഞിനെ ഫ്ലാറ്റിൽ നിന്ന് റോട്ടിലേക്ക് എറിഞ്ഞു കൊന്ന എറണാകുളത്ത് സംഭവിച്ച കാര്യം, ആ പെൺകുട്ടിക്ക് ജാമ്യം കിട്ടിയെന്നും പറഞ്ഞ് ഇന്ന് പത്രത്തിലുണ്ട്. ഇങ്ങനെ എത്ര സംഭവങ്ങൾ. അയലൊക്കക്കാരൻ 2 വീലറിൽ ചെളി പോയപ്പോൾ ചെറി തെളിപ്പിച്ചെന്നും പറഞ്ഞ് അതും ഇന്നത്തെ തന്നെ വാർത്തയാണ്. കാറിലേക്ക് അകത്തേക്ക് വലിച്ചു പിടിച്ച് റോട്ടിലൂടെ വലിച്ചഴിച്ച് അപ്പനെയും മകനെയും കൊണ്ടുപോയെന്നും പറഞ്ഞിട്ട് മറുവശത്ത് അവർ പറയും ഇവരകത്തേക്ക് കൈയിട്ട് ഉപദ്രവിച്ചതാണ്. മറ്റേവർ പറയും ഞങ്ങളകത്തേക്ക് വലിച്ച് പിടിച്ചിട്ട് വാഹനം നിർത്താതെ കൊണ്ടുപോയതാണെന്ന്. ഇങ്ങനെ ഇരുപക്ഷവും പറയുന്നു. ഇങ്ങനെ മനസാക്ഷി കത്തിക്കരിഞ്ഞ ഓരോ വാർത്തകൾ ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എസ്തേറിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 9 മുതൽ 11 വരെ, നീതിമാന്മാരുടെ ജനത മുഴുവൻ കഷ്ടത്തിലായി. തങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന കഷ്ടതകളെ അവർ ഭയപ്പെട്ടു. നശിക്കാൻ അവർ തയ്യാറായി. അപ്പോൾ അവർ ദൈവത്തെ വിളിച്ചു. അവരുടെ കരച്ചിൽ നിന്ന് ചെറിയ ഉറവയിൽ നിന്നെന്ന പോലെ ധാരാളം ജലമുള്ള ഒരു മഹാനദി ഉണ്ടായി. പ്രകാശം വന്നു, സൂര്യൻ ഉദിച്ചുയർന്നു, എളിയവർ ഉയർത്തപ്പെട്ടു, ഉന്നതർ നശിപ്പിക്കപ്പെട്ടു. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം ഇതാണ്, എളിയവർ ഉയർത്തപ്പെട്ടു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എളിമയുടെ തലത്തിലേക്ക് നമ്മുടെ കണ്ണുനീര് നമ്മൾ എത്തിക്കുന്നുണ്ടോ? മാനസാന്തരത്തിൻ്റെ ഒരു കരച്ചിലാണ്. നമ്മൾ എത്രമാത്രം ഉന്നതരാണോ അത്രമാത്രം താഴ്ത്തുവാൻ നമ്മുടെ ഞാനെന്ന ഭാവം, നിർബന്ധ ബുദ്ധി, ചില ദുശീലങ്ങൾ
ചിലർക്കൊക്കെ താഴോട്ടിറങ്ങാൻ ഭയങ്കര പാട്. ഇത്രയും എത്ര തീരുമാനിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും ഒരു തഴക്കദോഷം പോലെ ഇത്രയും നാളായി ശീലിച്ചു പോയത്. മറ്റു ചിലരെ അനുകരിക്കുന്ന അപ്പനെയും കൊച്ചാപ്പനെയും വല്യപ്പനെയൊക്കെ, അല്ലെങ്കിൽ മറ്റുള്ളവരാകാൻ അനുകരിക്കാൻ ശ്രമിക്കുന്നവർ ഉണ്ട്. അത് നേരെ തിരിച്ചും, ആണായാലും പെണ്ണായാലും ആരൊക്കെയോ ആകാൻ ശ്രമിക്കും. ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാനെന്ന് പറഞ്ഞാൽ ഞാനാണെന്ന് പറയുന്ന അവസ്ഥ. അതുകൊണ്ട് പിശാച് നമ്മളെ പലതരത്തിലുള്ള കെണികളൊക്കെ ഒരുക്കി വെച്ച്, എലിയെ പിടിക്കാൻ എലിക്കിഷ്ടപ്പെട്ട സാധനങ്ങളാണ് എലിക്കണികളിൽ വെക്കുന്നത്. ഇതുപോലെ പിശാച് നമ്മളെ തകർക്കാൻ ഒരുക്കി വെക്കുന്നത് നമുക്കിഷ്ടപ്പെട്ട ആളുകളിലൂടെ, കാര്യങ്ങളിലൂടെയൊക്കെ ദൈവത്തിൽ നിന്നും ഈ ജീവിതത്തിൽ നിന്നും തന്നെ നമ്മളെ അകറ്റിക്കളയാനായിട്ട് ശ്രമിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 17 വാക്യം, കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. ഇന്ന് ആ കുട്ടി ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ കരച്ചിലോ എന്തുമാകാം. ഇതാ ഇസ്മായേലിൻ്റെ കരച്ചിൽ കേട്ട ദൈവം, ഹാഗാറിൻ്റെ കണ്ണുനീര് കണ്ട ദൈവം നമ്മുടെ ജീവിതത്തിലേക്കും ഇറങ്ങി വരും. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. സ്വന്തം കുടുംബത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ഇസ്മായേലിനെയും ഹാഗാറിൻ്റെയും ജീവിതത്തിൽ ഉൽപ്പത്തി പുസ്തകം 21 തീയതി നമ്മൾ കാണുകയാണ്, കുട്ടിയുടെ കരച്ചിൽ കേട്ട ദൈവം ഇടപെട്ടു. ഇതുപോലെ തന്നെ വിവാഹ ജീവിതം പൈശാചിക ബന്ധനത്താൽ തകർക്കപ്പെട്ട അവസ്ഥകളാണോ നമ്മുടെ ജീവിതത്തിൽ? സാറ പരിചാരികമാരുടെ ആക്ഷേപം സഹിച്ച ദുഃഖത്താൽ വിഷമിച്ച ഇതാ തോബിത്തിൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. വിവാഹ ജീവിതത്തിലെ തകർച്ചകൾ, തൂങ്ങി മരിക്കാൻ പോലും അവൾ ചിന്തിച്ചു. എന്നാൽ സാറയും തോബിത്തിനെയും ആ തകർച്ചകളിൽ നിന്ന് അവരുടെ പ്രാർത്ഥനയിലൂടെ ദൈവം ഒരേ വഴിക്ക് കൊണ്ടുവരികയാണ്. വിവാഹത്തിലൂടെ അവരെ ബന്ധിക്കുകയാണ്. തോബിത്തിൻ്റെ പുസ്തകത്തിൽ നമ്മളിത് കാണുന്നുണ്ട് 3-ാം അധ്യായത്തിൽ. ലൂക്കാ സുവിശേഷം 23:46 കാണുന്നു, യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു. അതുകൊണ്ട് നിലവിളി ഒരു വികാരമാണ്. അത് അടക്കി വെക്കരുത്, അത് തുറന്നു പോകണം, ഇല്ലെങ്കിൽ ചങ്ക് പൊട്ടിച്ചാകും. ഈ പുരുഷന്മാർ പലരും അറ്റാക്ക് വന്നാണ് മരിക്കുന്നത്, അല്ലെങ്കിൽ സ്ട്രോക്കൊക്കെ വന്ന്. കാരണം എന്താ? അപ്പം ചത്താലും ഇച്ചിരി കണ്ണീര് വരാൻ ഭയങ്കര പാടാണ്. പുരുഷന്മാർ കരയരുതെന്നാറ്റാണ് വെയ്പ്പ്. പലർക്കും അതൊരു കുറച്ചിലാണ്, നാണക്കേടാണ്. ഒന്ന് കരഞ്ഞു പോയാൽ ഈ പുകച്ചു കൂട്ടുന്നതും വലിച്ചു കൂട്ടുന്നതും അല്ലെങ്കിൽ കുടിച്ചു കൂട്ടുന്നതും ഒക്കെ കുറയും. കരയേണ്ടതൊന്ന് കരഞ്ഞു പോട്ടെ. ഒരു ധ്യാനത്തിലൊക്കെ സംബന്ധിക്കുക. ഇന്ന് ആരാധനയുടെ മധ്യം ആന്തരിക ശുശ്രൂഷയിലും അനുതാപ ശുശ്രൂഷയിലൊക്കെ കരഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള നിരവധി അവസരങ്ങളുണ്ട്. വെറുതെ അല്ല, ധ്യാനത്തെയൊക്കെ കമൻറ്റ് പറഞ്ഞ് തള്ളാനായിട്ട് വരട്ടെ. ഒത്തിരി പേരുടെ ഹാർട്ട് ബ്ലോക്കൊക്കെ, ചില മുഴകളൊക്കെ പറ്റിപ്പോയാൽ നിരവധി ലൈവായിട്ടുള്ള അനുഭവങ്ങൾ ഞങ്ങൾ വിവിധ ശുശ്രൂഷകളിൽ കണ്ടിട്ടുണ്ട്. കാരണം ഒന്ന് കരഞ്ഞു പോകുമ്പോൾ എൻഡോർഫിൻ, ഓക്സിറ്റോക്സിൻ, അതുപോലെ ഡോപ്പമിൻ, സെറോട്ടോണിൻ, ഇതൊക്കെ ഈ ഹോർമോണൊക്കെ നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള സംഗതികളാണ്. ഇതൊക്കെ എന്താണെന്ന് പറയും. ഇതൊക്കെ ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. മുഴകൾ പറ്റിപ്പോവും, നീർക്കെട്ട് മാറും, വാദം മാറും, ഞരമ്പിലെ തകരാറ് മാറും, സ്കിൻ ഡിസീസ് മാറും, അൺസെക്യൂരിറ്റി ഫീലിംഗ്. സ്കിൻ ഡിസീസിൻ്റെ പ്രധാന കാര്യം വിട്ടുമാറാത്ത തലവേദന. ഏതോ കാര്യത്തെ ഉള്ളിലൊതുക്കി, ചിലപ്പോൾ കാര്യമൊക്കെ മറന്നു പോയിട്ടുണ്ടാകും, വിട്ടുകൊടുക്കാനുള്ള വൈമനസ്യം, ഉള്ളിലൊതുക്കുന്ന വേദന, വിട്ടുമാറാത്ത നടുവേദന, കഴുത്തുവേദന, സ്പോണ്ടിലോസിസ്, സ്പോണ്ടിലൈറ്റിസ്, ഇതെല്ലാം സൗഖ്യപ്പെടും. നിരവധി ശുശ്രൂഷ ജീവിത സൗഖ്യ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കരഞ്ഞ് പ്രാർത്ഥിച്ച അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തപ്പോഴും വിവിധ ധ്യാനങ്ങളിലും വിവിധ കൗൺസിലിംഗ് ശുശ്രൂഷകളിലും അനുതാപ ശുശ്രൂഷകളിലൊക്കെ അനേകർ സാക്ഷ്യപ്പെട്ടു. ഒരമ്മ പറഞ്ഞു, ഇതാ 9 വർഷമായി ഞാൻ ചിരിച്ചിട്ട് ബ്രദറെ, എനിക്ക് ഈ ധ്യാനത്തിൽ കൂടിയതോടുകൂടി ഇതുപോലെ ധ്യാനം കൂടാൻ വന്നതാണ്, എനിക്കിപ്പോൾ ചിരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, ഇതാ മുൻവിധികളെല്ലാം മാറിക്കിട്ടിയെന്ന്. അതുകൊണ്ട് യേശുവിൻ്റെ കണ്ണുനീരോട് നമ്മുടെ കണ്ണുനീര് ചേർത്ത്, കുറ്റബോധത്തിൻ്റെ കണ്ണുനീരല്ല, അനുതാപത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ കണ്ണുനീരൊഴുക്കി, കണ്ണുനീരോടെ നമ്മുടെ കണ്ണുനീർ മുത്തുകളെ കൈവെള്ളയിൽ ശേഖരിക്കുന്ന, കുപ്പിയിൽ ശേഖരിക്കുന്ന തമ്പുരാനുണ്ടെന്ന് ഓർത്ത്, ദൈവമേ, ഇന്ന് പലരോട് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ അവസ്ഥകൾ, പലരും മരിച്ചൊക്കെ പോയി, അല്ലെങ്കിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ നിറവേറ്റിയില്ല, ഒറ്റപ്പെടുത്തൽ, ഞങ്ങൾ ഉപേക്ഷിച്ചതിൻ്റെ തിരസ്കരണത്തിൻ്റെ വേദന, കൈപ്പേറിയ അനുഭവങ്ങൾ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, മുറിപ്പാടുകൾ, പഠിക്കാൻ പറ്റാത്തതിൻ്റെ, എത്തേണ്ടിടത്ത് എത്താൻ പറ്റാത്തതിൻ്റെ തിരുമുറിവോട്, തിരുരക്തത്തോട്, തിരുക്കുരിശോട്, തിരുക്കണ്ണുനീരോട് ചേർക്കുന്നു. തിരുരക്തം കൊണ്ട് കഴുകണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പുത്രൻ്റെ ശരീരം അമ്മയുടെ മടിയിലേക്ക് ഇറക്കി കിടത്തിയപ്പോഴും രക്ഷാകര ദൗത്യത്തെ തള്ളിപ്പറയാതെ
അമ്മ നിശബ്ദമായി സഹിച്ചതുപോലെ ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിലേക്ക് അമ്മ ദൈവമഹത്വം ദർശിച്ചുകൊണ്ട് ശാന്തമായിരുന്നതുപോലെ അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങൾ അമ്മയുടെ വേദനകളോട് ചേർത്ത് തിരുക്കുമാരൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. യേശുനാമത്തിൽ ബന്ധനം കഴിയട്ടെ, കെട്ടോ പൊട്ടത്തി രക്തൊഴുകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻസിലൂടെ അയക്കുക. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം പ്രയോജനപ്രദമെങ്കിൽ കരഞ്ഞു തളർന്ന അനേകം വ്യക്തികൾക്ക് ജീവിതങ്ങൾക്ക് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ ലൈക്കുകളും ഷെയറുകളും കമൻറ്റുകളും അയക്കുക. മക്കളോർത്ത് കരഞ്ഞ് രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും. വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, മക്കളോർത്ത് കരയാം, മാതാപിതാക്കളോർത്ത് കരയാം, ഭാര്യയും ഭർത്താവും കുറ്റപ്പെടുത്തി കൊടുക്കുക, ഒറ്റക്കെട്ടായിട്ട് നിറഞ്ഞ് കൈകോർത്ത് പിടിച്ച് കരഞ്ഞ് സ്തുതിച്ചു പ്രാർത്ഥിച്ച മക്കളുടെ തകർച്ചകൾ, ദുശീലങ്ങൾ മാറും. ഇതാ കടപ്പാടം നഷ്ടപ്പെട്ടവന് കടപ്പാടം കർത്താവ് ഒരുക്കി തരും. കടം മാറ്റാനുള്ള വഴികൾ മാറും. അമ്മയും മക്കളും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. അപ്പൻ്റെ ക്രമക്കേടും ദുശീലവും തെറ്റായ ബന്ധവും മാറും. കുടുംബം വിശദീകരിക്കപ്പെടും. കണ്ണുനീരോടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളെ കൈവിടുകയില്ല. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.